പിന്നെ ഒരു സംഗതി കൂടെ പറയട്ടെ. ഇദ്ദേഹം അടിസ്ഥാനപരമായി ഇപ്പോൾ പറഞ്ഞു നടക്കുന്ന സംഗതിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ റോഡിൽ നടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇയാള് ആലപ്പുഴ പോണിന്ന് പിന്നെ കോഴിക്കോട് അവിടെ ഇവിടെ ആരാ ചേന എല്ലായിടത്തും ഈ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോ ഇത്രയൊന്നും ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വളരെ സ്നേഹത്തോടെ വാ, നിങ്ങളിങ്ങനെ കണ്ണന പ്രസംഗം നടത്തൊന്നും വേണ്ട, നമ്മളൊക്കെ എന്തായാലും അറിയുന്ന ആൾക്കാരല്ലേ, ഇരുന്ന് ചർച്ച ചെയ്യാം. എന്നിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം. അത് പറഞ്ഞ മൂപ്പര് സമ്മതിക്കൂല. ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ട്, എനിക്കറിയാം അബൂദാബിയിലുള്ള താജുക്ക അദ്ദേഹം വിളിച്ചു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മൗലവി നിങ്ങൾ എന്തിനാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത്? എന്തിനാ നമ്മള് പ്രസ്ഥാനമല്ല ഇത്, ആദർശമല്ലേ? നിങ്ങൾക്ക് ഒരു ഡെസ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെലവ് വേണം ഞാൻ വഹിക്കാം, ഞാൻ വരാം. താജിക്കുണ്ട്, അബുദാബിയിലുള്ള ഒരു സുഹൃത്താണ്, എനിക്കറിയാവുന്ന, എന്നെ അറിയുന്ന, സക്കരിയ മൗലവി അറിയുന്ന, സക്കരിയ മൗലവിക്ക് അറിയുന്ന ഒരു സഹോദരൻ കരഞ്ഞിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്, അദ്ദേഹത്തെ കൊണ്ടുപോവാ, ഇരിക്ക്, ചർച്ച ചെയ്യാം. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ തയ്യാറാണ്, ചർച്ച ചെയ്യാം, കൊണ്ടുപോവാ. ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയാണ്. അതേ പറഞ്ഞു ഞാൻ സക്കരിയ മൗലവി വിളിക്കട്ടെ എന്ന് ചോദിച്ചു. വിളിച്ചോ, ധൈര്യത്തെ വിളിച്ചോ. അദ്ദേഹം വിളിച്ചു. അദ്ദേഹം പറഞ്ഞതറിയോ, ഈ കാട്ടുനീതിയുടെ വാഗ്ദാവ് പറഞ്ഞതറിയോ, ഒരു കൊല്ലം കഴിയട്ടെ, ഞാനൊന്ന് പൂട്ടട്ടെ എന്നാ മൂപ്പര് പറയണേ. പൂട്ടാനൊന്നും നിങ്ങളില്ല, ഞങ്ങൾക്ക് പൂട്ടാനല്ല, ഒന്ന് ഞങ്ങളെ സംബന്ധിച്ച് നന്നായിട്ടൊന്ന് ശ്വാസം വിടാനില്ല. നിങ്ങളങ്ങനെ അഹങ്കരിക്കണ്ട. ഇവർ അദ്ദേഹത്തിന്റെ വിചാരം വെച്ചാൽ ഈ മുന്നിൽ വന്ന് കൂടി നിൽക്കണ മടവൂരികൾ ഫുള്ള് മൂപ്പറ അനുയായികള്, പിന്നെ വഴിയെ പോയവരൊക്കെ മൂപ്പറ അനുയായികൾ ഈ സാധു വിചാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയില്ല, നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്തെന്ന് അറിഞ്ഞുകൂടാ. അറിയോ? കേരളത്തിലെ ജനതയെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആയിക്കോട്ടെ, മൂപ്പറ വിചാരം അതാ, ഞാനൊന്ന് പൂട്ടി വരട്ടെ എന്നാ പറയണേ. പൂട്ടി വരട്ടെ. മനസ്സോദരങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ നസീഹത്ത് മനസ്സിലാക്കണം. എന്നാൽ ഇദ്ദേഹം പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് ആന അമ്പാരിയായിട്ട് വാദപ്രയോഗത്തിന് വന്നതാ എറണാകുളത്തേക്ക്. പിന്നെ അപ്പോഴൊരു കത്ത് വന്നു ഗൾഫിൽ നിന്ന്. പുറകിൽ നടന്ന ഒരു ഷെയ്ഖിന്റെ അടുക്കുന്ന ഒരു കത്ത് വാങ്ങി അയച്ചിട്ട് TPക്ക് അയച്ച കത്ത്, അതുപോലെ MM-ന് അയച്ച കത്ത് നേരെ എന്റെ മെയിലിലേക്ക്, വേറൊരാളുടെ മെയിലിലേക്ക്, എറണാകുളത്തേക്ക്. സംവാദം നടത്തരുതെന്ന് പറയാം, ചർച്ച നടത്തരുതെന്ന് പറയാം. എന്നിട്ട് ഇപ്പോ പലരും കേരളത്തിൽ പുറത്തുള്ള പല ആളുകൾ നമുക്ക് ഒരു വാദപ്രതിവാദം നടത്തിയിട്ട് ഫാറ്റിയിട്ട് മൂപ്പരായിട്ട് അങ്ങനെ തെളിയിക്കണമെന്നൊന്നുമില്ല. മൂപ്പരുടെ വാദം ദുർബലാണ്, അങ്ങേറ്റം തെളിവില്ലാത്തതാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചത് ഒരു പ്രശ്നമില്ല. അതിനുവേണ്ടിയ വേദി ഒരുക്കണം എന്ന് പറഞ്ഞത്. ചർച്ചയാവാന്ന് ഇത്രയും മാലോകര മുഴുവൻ വിളിച്ചു കിട്ടി, ഈ രൂപത്തിലെ ചർച്ച വേണ്ടതാണ്. ഇപ്പൊ അവസാനം അദ്ദേഹം പറയുന്നത് ഗൾഫിൽ വെച്ചാണെങ്കിൽ ചർച്ചയാവാം, സലഫി പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ ചർച്ചയാവാന്ന് 2-3 വട്ടം നമ്മൾ പറഞ്ഞു. കാണിച്ചാല് ഇത്രയൊക്കെ കഷ്ടപ്പാടില്ലല്ലോ. ഇവിടുന്ന് എല്ലാവരും കൂടെ കിതാബും കെട്ടുകൊടുത്തിട്ട് ഗൾഫിൽ പോയിട്ട് ഒരു ഷെയ്ഖിന്റെ മുന്നിൽ ഇരുന്നിട്ട് എങ്ങനെ വാദപ്രയോഗം നടത്തുക? അറബിയിൽ. അങ്ങനെ അറബി വാദപ്രയോഗം നടത്തിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് ആരെ കേൾപ്പിക്കാനാ? സാധാരണക്കാർക്കോ? അപ്പോ വാദപ്രയോഗം അവിടെ പോയി നടത്തണമെന്നാ പറയുന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രയാസമില്ല കേട്ടോ. ഷെയ്ഖ് ഈദാൻ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഇന്ന് സൗദി അറേബ്യയിലുള്ള അബ്ദുറഹ്മാൻ സ്വലാഹി, നാസർ സുല്ലമി, അബ്ദുറസാഖ് സ്വലാഹി, ഈ ആളുകൾ ഈദാൻ പറഞ്ഞ അവിടുത്തെ സൗദിയിലെ മതകാര്യ വകുപ്പിന്റെ ഈദാൻ പറഞ്ഞ ആളുകൾ അടുക്കൽ പോയി നമ്മുടെ ഫത്വ വായിച്ച് കേൾപ്പിക്കുകയും അഭിപ്രായം ആരായുകയും അവരോട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം 2-3 പുളിക്കലും തിരുവനന്തപുരത്തൊക്കെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഗൾഫിൽ വെച്ചാണെങ്കിൽ ഒരു സംവാദത്തിനുണ്ട്. ഇപ്പോഴും പറയാം, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഗൾഫിൽ പോയിട്ടൊരു സംവാദം നടത്തേണ്ട ആവശ്യമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പോകേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പോയിട്ടുണ്ട്, പോകുകയും ചെയ്യാം. പക്ഷെ ഇവരെന്താണെന്നറിയോ, ഇവരിപ്പോ പുതിയ അടവെന്താന്ന് ചോദിച്ചാല് ഗൾഫിൽ വെച്ചാണെങ്കിൽ വാദപ്രയോഗത്തിന് ഇവർ സമ്മതിക്കൂല എന്നാണ്. ആ പൂതിയും വേണ്ട. പുളിക്കൽ വെച്ചിട്ട് ആ സക്കരിയ മൗലവി നടത്തിയ വെല്ലുവിളിയും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. സംഘടനാപരമായ, വ്യക്തിപരമായ നിങ്ങളുടെ ആവശ്യം നിറവേറിത്തരാൻ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമില്ല. ഞങ്ങൾ വരാം. ഏത് ശൈഖിന്റെ അടുക്കലാ പോകേണ്ടത്? സൗദിയിലേക്കാണോ?
ഒരു വാദപ്രതിവാദം നിങ്ങളുമായി നടത്താൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഔദ്യോഗികമായ ഒരു സ്ഥാനവും വഹിക്കാത്ത എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചെലവ് നിങ്ങൾ വഹിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എഴുതിയ ആ എറണാകുളത്തെ കൊടുത്തുവിട്ട കത്തിൽ നിങ്ങൾ ആ രൂപത്തിലാണ് ആവശ്യപ്പെട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിങ്ങളുമായി വരാൻ ചർച്ച ചെയ്യാൻ സൗദിയിൽ വെച്ചാണെങ്കിൽ പോലും ഞങ്ങൾ തയ്യാറാണ്.